ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പ്രിഫിക്സും സഫിക്സും പറഞ്ഞു. അപ്പോൾ ഒരു റീക്യാപ്പ് ആയിട്ട് ഞാൻ പറയാം. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ആരൊക്കെയാണ്? ഡോക്ടേഴ്സ്, നഴ്സസ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യം പ്രിഫിക്സ്, റൂട്ട്, സഫിക്സ്. റൂട്ട് എന്ന് പറഞ്ഞാൽ സെന്ററിൽ വരും. റൂട്ടിന്റെ മുന്നേ വരുന്നത് പ്രിഫിക്സും ആഫ്റ്റർ വരുന്നത് സഫിക്സും ആണ്. റൂട്ടാണ് അതിന്റെ മെയിൻ വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ ലിസ്റ്റ് ഓഫ് പ്രിഫിക്സ്, ലിസ്റ്റ് ഓഫ് സഫിക്സ്, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കി. അപ്പൊ ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് റൂട്ട് വേർഡ്സ് ആണ്. ഇത് സിമ്പിൾ ആണ്. ആക്ച്വലി നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മീനിങ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ. ഇന്നലത്തെ നമുക്ക് വേർഡ്സ് ഓരോന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വേർഡിന്റെ മീനിങ് മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. റൂട്ട് വേർഡ്സ്, അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. വാട്ട് ഈസ് റൂട്ട്? ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേർഡ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ വേർഡ് ആണ്. മെഡിക്കൽ ടേംസ് മേ ഹാവ് മോർ ദാൻ വൺ റൂട്ട് വേർഡ്. ഇറ്റ് മെയിൻലി ഡിനോട്ട്സ് ആൻ ഓർഗൻ സിസ്റ്റം, ഡിസീസ് ഓർ കണ്ടീഷൻ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, റൂട്ട് വേർഡ്സിൽ ചിലപ്പം ചില കേസിൽ, എല്ലാ കേസിലും പ്രിഫിക്സ്, റൂട്ട്, സഫിക്സ് ഫോർമാറ്റ് ഫോളോ ചെയ്യണമെന്നില്ല. ചില കേസിൽ റൂട്ട് പ്ലസ് സഫിക്സേ ഉണ്ടാവുള്ളൂ. ചില കേസിൽ 2 റൂട്ട് പ്ലസ് സഫിക്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഓരോ കണ്ടീഷൻസ് പറയുമ്പോൾ ഞാൻ അവിടെ അത് ഇന്നതാണെന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ. ഇപ്പൊ റൂട്ട് എന്താണ്? ഫൗണ്ടേഷൻ വേർഡ് ആണ്. അത് എപ്പോഴും എന്തൊക്കെയായിരിക്കും? ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ ഡിസീസിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും. അപ്പൊ അതാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഓരോ വേർഡ്സ് ഇന്നലെ നമ്മൾ പ്രിഫിക്സും സഫിക്സും നോക്കിയ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ നോക്കുകയാണ്. ഓക്കെ. അപ്പൊ റൂട്ട് വേർഡ്സിൽ ഫസ്റ്റ് നോക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്? അക്രോ. അക്രോ എന്ന് പറഞ്ഞാൽ അക്രോ റൂട്ട് ആയിട്ട് വരുന്ന വേർഡ്സ് ആണ്. അക്രോ മീൻസ് എക്സ്ട്രീമിറ്റി ആണ്. എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞാൽ 4 എക്സ്ട്രീമിറ്റീസ് ആണുള്ളത്. നമ്മുടെ 2 കൈയും 2 കാലും, അതാണ് നമ്മുടെ എക്സ്ട്രീമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അക്രോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിറ്റി ആണ്. അപ്പൊ അക്രോമെഗാലി, അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ഹാൻഡ്സ്, ഫീറ്റ്, ഫേസ് കോസ്ഡ് ബൈ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ ഒരു ഹോർമോണിന്റെ ഓവർ പ്രൊഡക്ഷൻ, നമ്മൾ അതെല്ലാം ഹോർമോൺസ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പഠിക്കുമ്പോൾ പഠിക്കും. ഗ്രോത്ത് ഹോർമോണിന്റെ ഓവർ പ്രൊഡക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന കണ്ടീഷനാണ് അക്രോമെഗാലി. അതായത് ഈ അക്രോമെഗാലി ഉള്ള ആൾക്കാരുടെ ഈ ചീക്കിന്റെ ബോൺസ് അതെല്ലാം ഇങ്ങനെ സാധാരണ ഒരു ഡിഫറെന്റ് ആയിരിക്കും ഈ ആൾക്കാരെ കാണാൻ. ഇവിടെയൊക്കെ ഇങ്ങനെ വലുതായിട്ട്, ഈ ഒരു ഭാഗം മാത്രം വലുതായിട്ടിരിക്കും. കൈയിന്റെയും കാലിന്റെയും ഈ ഭാഗം ഭയങ്കര വലുപ്പമായിരിക്കും. നോർമലിനെക്കാളിലും കാലിന്റെയും കൈയുടെയൊക്കെ പാദമൊക്കെ വലുതായിരിക്കും. അതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഇനി അക്രോ ആർത്രൈറ്റിസ്. നമ്മൾ ആർത്രൈറ്റിസ് നമുക്കറിയാം, ജോയിന്റ്സിനൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അക്രോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സിന്റെ ഫീറ്റ്സിന്റെ ജോയിന്റ്സിന് ഉണ്ടാകുന്ന കണ്ടീഷനാണ് അക്രോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് അക്രോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിറ്റി, അത്രേ ഓർക്കുക. ഇനി നോക്കൂ, അഡൻ ഓ. നമ്മൾ ഈ ഓ സൗണ്ടിനെ കുറിച്ച് ഞാൻ കമ്പൈനിങ് വൗവൽ ഉണ്ടെന്ന് പറഞ്ഞു. റൂട്ടിന്റെ കൂടെ എപ്പോഴും ഒരു കമ്പൈനിങ് വൗവല് ചേർക്കും. അതുകൊണ്ടാണ് അതിന് കമ്പൈനിങ് ഫോം എന്ന് പറയുന്നത്. ഈ ഓയ്ക്ക് പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ല, നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടി കാർഡിയോളജി, ഹെപ്പറ്റോളജി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓ സൗണ്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിനവിടെ പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഓ ചേർത്ത് പറയുമ്പോൾ അതിനെ കമ്പൈനിങ് ഫോം എന്ന് പറയും. അപ്പൊ അഡിനോ എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡിന് പറയുന്നത്, എല്ലാ ഗ്ലാൻഡ്സിനെയും നമുക്ക് ഗ്ലാൻഡിന് കോമൺ ആയിട്ട് അഡിനോ എന്ന് പറയും. അപ്പൊ ഗ്ലാൻഡ്, അഡിനോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂമർ ഓഫ് ഗ്ലാൻഡ് ആണ്. അഡിനൈറ്റിസ് ആണെങ്കിലോ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലാൻഡ്. ഐറ്റിസ് നമ്മൾ ഇന്നലെ സഫിക്സിൽ പറഞ്ഞു, ഇൻഫ്ലമേഷൻ ആണ് ഐറ്റിസ് എന്ന് പറയുന്നത്. അഡിനൈറ്റിസ് ഏതെങ്കിലും ഗ്ലാൻഡിനുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. ഇന്നലെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, നമ്മൾ പാരോട്ടിഡ് ഗ്ലാൻഡ്, ഇവിടെയുള്ള സലൈവറി ഈ പാർട്ടിലുള്ള പാരോട്ടിഡ് ഗ്ലാൻഡ്, അതിന് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് മംസ് ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഏതാണ്? അഡിപ്പോ, ലിപ്പോ. അപ്പൊ നമുക്ക് ലിപ്പോ എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയാം, ലിപ്പിഡ്സ്. ലിപ്പോ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആണ്. അപ്പൊ അഡിപ്പോ സെൽ എന്ന് പറഞ്ഞാൽ ഫാറ്റ് സെല്ലാണ്. ഇവിടെ അഡിപ്പോസൈറ്റ്, ഫാറ്റ് സെൽ. സൈറ്റ് നമുക്കറിയാം സെല്ലിന്റെ വേർഡ് ആണ്. ഇനി അഡിപ്പോസിറ്റി ആണെങ്കിലോ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് അഡിപ്പോസിറ്റി എന്ന് പറയുന്നത്. എ കണ്ടീഷൻ ഓഫ് ബീയിങ് സിവിയർലി ഓവർ വെയ്റ്റ് ഓർ ഒബസ് ആണ് അഡിപ്പോസിറ്റി എന്ന് പറയുന്നത്.